കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിന്റെ കാരണം അമിത വേഗമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് MVD അപകട സ്ഥലത്തിന് സമീപം 2 വളവുകളുണ്ടെന്നും രണ്ടാമത്തെ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നും റിപ്പോർട്ടിൽ. ഡ്രൈവർക്ക് നോട്ടീസ് നൽകി കുറ്റിപ്പുറം പോലീസ്. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, മരണത്തിലേക്കും കൂടുതൽ പേരുടെ പരിക്കുകളിലേക്കും നയിച്ച കുറ്റിപ്പുറത്തെ ബസ് അപകടം, അതിന്റെ ഒരു റിപ്പോർട്ടാണ് MVD ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? കഴിഞ്ഞ ജൂലൈ 26-നായിരുന്നു കുറ്റിപ്പുറത്ത് ബസ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾ മരിക്കുകയും ഏകദേശം 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഭീതിജനകമായ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു പുറത്തു വന്നത്. ഈ സംഭവത്തിൽ അമിത വേഗമാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രദേശത്ത്, അതായത് ഈ NH-ലൂടെയായിരുന്നു ഈ ബസ് കടന്നു വന്നത്. ദേശീയപാതയിൽ 2 വളവുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു വളവ് കഴിഞ്ഞ് അതിനുശേഷം സമീപത്ത് തന്നെയുള്ള രണ്ടാമത്തെ വളവ് തിരിക്കുന്നതിനിടെ ഈ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ബസ് തല കീഴായി മറിയാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. നേരത്തെ ഡ്രൈവർ ചങ്ങരംകുളം സ്വദേശിയായ ഷബീറിനെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിളിച്ചിരുന്നു. ഷബീർ ചികിത്സയിലായിരുന്നു. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അടുത്ത ദിവസം തന്നെ ഷബീറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യും. അറസ്റ്റ് അടക്കമുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. KP. യെസ്, മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്.